കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു വെണ്ടയ്ക്ക ഗ്രേവിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. തേങ്ങയൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം തയ്യാറാക്കുന്ന ഒരു കറിയാണിത്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. നല്ല മണവും നല്ല രുചിയും നല്ല ഭംഗിയുള്ള കറിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെക്കുക. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതേപോലെ വെണ്ടക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി വെണ്ടയ്ക്കൊക്കെ ആവശ്യമായ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. വെണ്ടക്ക എപ്പോഴും കറി വെക്കുമ്പോൾ ആദ്യം നമുക്ക് ഇതുപോലെ ഒന്ന് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ വെണ്ടക്ക കറി വെക്കുമ്പോൾ ഒട്ടും അലിഞ്ഞു പോകാതെ നന്നായിട്ട് കിടക്കുകയും ചെയ്യും. കറിക്ക് നല്ല സ്വാദും ഉണ്ടാവും. പിന്നെ നന്നായിട്ടൊന്ന് ഇതുപോലെ വാട്ടിയെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഇത് നമ്മൾ ചെയ്യുന്നത്, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അപ്പോൾ ഇത്രയും മതി. ഒന്ന് വാടി കിട്ടിക്കഴിയുമ്പോൾ നമുക്കതൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ആ ബാക്കി വരുന്ന വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഒരു സവാള മിക്സിയിലിട്ടൊന്ന് കറക്കിയതിന് ശേഷം അത് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു തക്കാളിയും ഇതേപോലെ തന്നെ അരച്ച് അതും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മീഡിയം ഫ്ലെയിമിലിടുക. എന്നിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ തക്കാളിയുടെയും സവാളയുടെയും ധാരാളം വെള്ളമുണ്ട്, അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് വറ്റിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറും. ഒരു പച്ച ചുവയൊക്കെ ഉണ്ടാകുമല്ലോ തക്കാളിക്ക്, അതെല്ലാം മാറിക്കിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇതേ പാകത്തിലാവും കിട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി അധികം വേണ്ട, 1 ടീസ്പൂൺ മതി. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതിലേക്ക് ആവശ്യമായ ഈ ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആദ്യം കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഇനി നോക്കിയിട്ട് ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ ആ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സ്റ്റവ് എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുക. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടക്കയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റുക. ഇത് അടച്ചു വെക്കരുത്. അടച്ചു വെക്കാതെ തുറന്ന് തന്നെ വെച്ചുകൊണ്ട് പാകം ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ നല്ല കളറ് കിട്ടും. വെണ്ടക്കയ്ക്ക് നല്ല കളറ് കിട്ടും. ഈ ഗ്രേവിക്കൊക്കെ നല്ല കളറായിരിക്കും. നമ്മൾ അടച്ചു വെച്ച് ആവിവെള്ളം വീണ് കഴിഞ്ഞ് ഇതിൻ്റെ കളറ് മാറിപ്പോവും. ഇനി നമുക്ക് ഒരു ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തിരി ചാറും കൂടി കൂടുതൽ വേണ്ടവർക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അരപ്പ് നമ്മുടെ വെണ്ടക്കയിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയാണ് ഒരു ഗ്രേവി ആക്കുന്നത്. എന്നിട്ട് 1 മിനിറ്റ് ഇതേപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കരണ്ട് പോയി, അതാണ് കളർ വ്യത്യാസം വന്നത്. കരണ്ട് പോയി ഒന്ന് വന്നു. അപ്പോൾ ഒരു പിഞ്ച് ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കഴിയുമ്പോൾ നല്ല മണമായിരിക്കും ഈ കറിക്ക്. ഇത്രേ ഉള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. പെട്ടെന്ന് തന്നെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറിനോടൊപ്പവും ചപ്പാത്തിയോടൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കറിയാണ്. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ സൂപ്പർ കറിയല്ലേ, നല്ല തിക്ക് ഗ്രേവി ആയിട്ട്. വെറുതെ വെണ്ടക്ക കൊണ്ട് മാത്രം ഉണ്ടാക്കാവുന്ന ഈ കറി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ചോറിനോടൊപ്പം കഴിക്കാം, ചപ്പാത്തിയോടൊപ്പം കഴിക്കാം, എന്ത് വേണമെങ്കിലും എന്തിനോടൊപ്പം കഴിക്കാം. ഒരു മോരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് കറി കഴിക്കാവുന്നേ ഉള്ളൂ. ചോറും കഴിക്കാം. നല്ല മണവും രുചിയുമുള്ള ഈ കറിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.